സർ, എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഓപ്പറേഷൻ സിന്ദൂർ വരുന്നു. അത് മോദിയുടെ പ്രതിച്ഛായ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ആയുധമാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ സർവേ നടക്കുന്നതിലുമൊക്കെ മോദിയോട് പ്രിയം കൂടുകയാണ്. ഈ സർവേ എന്ന് പറയുന്നത് ഇപ്പോൾ 88% ഇന്ത്യക്കാർ ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡറായി മോദിയെ കാണുന്നു. 14% ആളുകൾ മാത്രമാണ് എതിർത്തത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സർവേ ആണ് പുറത്ത്. ഈ സർവേ പുറത്ത് വിട്ടിരിക്കുന്നത് ന്യൂസ് 18 എന്ന് പറയുന്ന ചാനലാണ്. ന്യൂസ് 18 എന്ന് പറയുന്ന ചാനലിൻ്റെ മാനേജ്മെൻറ്റ് നമ്മൾ സ്വാഭാവികമായിട്ടും പരിശോധിക്കണം. കാരണം അവിടെ ആരാണ്? അംബാനിയുടെ ഒരു ചാനലാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അദാനിക്കും അംബാനിക്കും ദേശീയ രാഷ്ട്രീയത്തിൽ BJPയോടും നരേന്ദ്രമോദിയോടും ഒക്കെയുള്ള സമീപനം നമുക്കറിയാം. ദേശീയ തലത്തിൽ പല തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോഴും ഇത്തരം സർവേകൾ തുടർച്ചയായിട്ട് ന്യൂസ് 18 പുറത്തു വിട്ടിട്ടുണ്ട്. അത്തരം ഒരു ചർച്ച തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. പിന്നെ ഇപ്പോൾ ഒരു സർവേയുടെ പ്രസക്തി എന്താണ്? അതാണല്ലോ, ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് നമുക്കൊരു സർവേ നടത്താം, അല്ലെങ്കിൽ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട മറ്റു പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ. ഇപ്പോൾ ഒരു യുദ്ധമാണ്. ആ യുദ്ധത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും കാണിച്ച ദേശീയ ബോധം, ദേശീയ വികാരം സത്യത്തിൽ BJP പോലും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം അതിപ്പോൾ നിങ്ങളിപ്പോൾ കഴിഞ്ഞ തവണ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് ശശി തരൂറുമായി ബന്ധപ്പെട്ടിട്ട്. ശശി തരൂറിനെ പോലുള്ള ആളുകളെ വിദേശത്തേക്ക് പറഞ്ഞയക്കാൻ കോൺഗ്രസ് ഒരു മടിയും കാണിച്ചിട്ടില്ല. വാർത്തകളിൽ മാത്രമാണ് മടി കാണിച്ചത്. അംഗങ്ങളെ പറഞ്ഞയക്കാൻ മടി കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഒരു യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ സർവാത്മന BJPയുടെ മറ്റെല്ലാ രാഷ്ട്രീയ അജണ്ടകൾക്കും അപ്പുറം സർക്കാരിനെയും രാജ്യത്തെയും പിന്തുണക്കുന്ന ഒരു വലിയ അഭിനിവേശത്തിലേക്ക് കോൺഗ്രസും ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും കടന്നു വരുന്ന ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കി. അത് അത്തരത്തിൽ തന്നെയല്ലേ വേണ്ടത്. ഭരിക്കുന്നത് ആരാണെങ്കിലും പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷേ അതിനെ രാഷ്ട്രീയ ലാക്കോട് കൂടി കാണുന്നത് BJPയാണ്. ആ രാഷ്ട്രീയ ലാക്കിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇപ്പോൾ നടക്കുന്ന സർവേ എന്ന് പറയുന്നത്. ഈ സർവേകളെല്ലാം ഒരു മാനിപ്പുലേറ്റഡ് സർവേസ് ആണ്. ആ സർവേ മുഴുവൻ BJPയെ സ്ഥിരപ്രതിഷ്ഠരാക്കി മാറ്റാനുള്ള ബോധപൂർവമായ രാഷ്ട്രീയ പബ്ലിക് റിലേഷൻസ് ആക്ടിവിറ്റിയുടെ ഭാഗം തന്നെയാണ്. ഒരു യുദ്ധത്തിൽ പോലും രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു ശൈലി ഇന്ത്യയിലെ BJP കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ചാനൽ നടത്തിയ സർവേ ആണ് അത്. അതിൽ സർക്കാരിന് എന്തെങ്കിലും പങ്കുണ്ടോ? അല്ല, ചാനൽ ആരതാണെന്നൊക്കെ ഉള്ളതാണല്ലോ പ്രധാന വിഷയം. ചാനൽ അവരുടേതായിരിക്കാം. പക്ഷെ ഇപ്പോ ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖറിന്റെ കൂടി ഉടമസ്ഥതയിലുള്ളതാണ്. അപ്പൊ പക്ഷേ അതിൽ അദ്ദേഹം ഇടപെടുന്നില്ല. അതിന്റെ രാഷ്ട്രീയം തന്നെ വേറെയാണ്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, ഇടപെടുന്നില്ല എന്നുള്ളത് നിങ്ങളുടെയും എന്റെയും ഒരു തെറ്റായ ബോധ്യമാണ്. സത്യത്തിൽ ദേശീയ തലത്തിൽ സംഭവിക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും വാർത്തയാകാത്ത കാലം കുറേയായി. നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ദേശീയ തലത്തിൽ മാധ്യമങ്ങളെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു പ്രധാനമന്ത്രിയാണ് നമ്മൾ കാണുന്നത്. ഏതെങ്കിലും ഒരു മാധ്യമ സമ്മേളനം വിളിച്ചു ചേർത്ത് മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഡയറക്റ്റ് റെപ്രസെന്റേഷൻ ഓഫ് ദ ടോട്ടൽ കമ്മ്യൂണിറ്റി അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രതിപാദ്യ ചോദ്യങ്ങളാണ് യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ ചോദിക്കുന്നത്. ആ മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പോലും ധൈര്യമില്ലാത്ത ഒരു പ്രധാനമന്ത്രിയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് യുദ്ധത്തിന്റെ പേരിൽ. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായ ഒരു കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയായിരുന്നു ആ യുദ്ധത്തെ നയിച്ചത്. ഡിസംബർ 13 ആരംഭിച്ച് 13 ദിവസം മാത്രം ദൈർഘ്യമുണ്ടായിരുന്ന ഒരു യുദ്ധം. ആ യുദ്ധത്തിൽ 99,000 വരുന്ന പാകിസ്ഥാൻ സൈനികരെ അതിർത്തിയിൽ വെച്ച് ഇന്ത്യയുടെ മുമ്പിൽ മുട്ടുമടക്കിപ്പിച്ച് ഇന്ത്യയിൽ യുദ്ധം ജയിച്ചതിന് ശേഷം ഇന്ദിരാഗാന്ധി വന്നിരിക്കുകയാണ്. ആ ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോയപ്പോൾ ഇന്ദിരാഗാന്ധിയെ നോക്കി നിങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല, അതിർത്തി കാക്കുന്ന ദുർഗയാണ് എന്ന പ്രസ്താവന നടത്തിയത് അടൽ ബിഹാരി വാജ്പേയിയാണ്. അത് ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിട്ട്. പക്ഷേ അന്ന് ഇന്ദിരാഗാന്ധി പ്രത്യേകം ഒരു സർവേ നടത്തി തന്റെ ഇമേജ് ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചിട്ടുണ്ടോ എന്നൊന്നുമില്ലല്ലോ. ഇന്നും നമ്മൾക്കറിയാം, പുതിയ ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മളൊക്കെ സോഷ്യൽ മീഡിയ അന്വേഷിക്കുമ്പോൾ ആ സോഷ്യൽ മീഡിയയിൽ ആകെ കടന്നു വരുന്നത് ഇന്ദിരാഗാന്ധിയാണ്. കാരണം എന്താ? അന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ സ്വാഭാവികമായും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു.
മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു പുതിയ രാഷ്ട്രം തന്നെ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇന്ദിരാഗാന്ധി ഡൽഹിയിൽ വന്നിരിക്കുന്നത്. ആ ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്താൻ, ഇന്ത്യയെ പരാജയപ്പെടുത്താൻ, പാകിസ്ഥാനോടൊപ്പം ചേരാൻ റിച്ചാർഡ് നിക്സൺ എന്ന് പറയുന്ന USA പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ 7ാം കപ്പൽപ്പട ഇന്ത്യയിലേക്ക് വന്ന ചരിത്രം നിങ്ങൾക്കറിയാം. അന്ന് ആ 7ാം കപ്പൽപ്പട വന്ന് ഇന്ത്യയെ ആക്രമിച്ചാൽ സ്വാഭാവികമായും ഇന്ത്യ ഒന്ന് തളർന്നു പോയേനെ. അന്ന് ഹോട്ട്ലൈനിൽ റഷ്യൻ പ്രസിഡന്റുമായി സംസാരിച്ചതിന് ശേഷം ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടുത്ത കോൾ കൊടുക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ആണ്. അന്ന് റിച്ചാർഡ് നിക്സൺ ക്ലവർ ഫോക്സ് ആണെന്ന് എന്നാണ് ഇന്ദിരാഗാന്ധി വിളിക്കുന്നത്. എന്നിട്ട് റിച്ചാർഡ് നിക്സണോട് പറഞ്ഞു, മിസ്റ്റർ നിക്സൺ, അങ്ങയുടെ 7ാം കപ്പൽപ്പട ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അതിർത്തിയിലേക്ക് വന്നെത്തിയതായിട്ട് ഞാൻ അറിയുന്നു. ഒരു കാര്യം അറിയിക്കാനാണ് ഞാൻ വിളിച്ചത്. എൻ്റെ രാജ്യത്തിന്റെ സമുദ്രാതിർത്തി ലംഘിക്കുന്ന ഒരു നിമിഷം 24 മണിക്കൂറിനുള്ളിൽ അങ്ങയുടെ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാനും മടി കാണിക്കില്ല എന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞപ്പോൾ വാലും ചുരുട്ടി 7ാം കപ്പൽപ്പട തിരിച്ചുപോയ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു പാരമ്പര്യമൊക്കെ ഇന്ത്യക്കുണ്ട്. ആ പാരമ്പര്യം ഏറ്റുവാങ്ങിയ ഇന്ദിരാഗാന്ധി ആ യുദ്ധത്തിന് ശേഷം ഏതെങ്കിലും സർവേ നടത്തിയോ? അല്ലെങ്കിൽ ആ യുദ്ധത്തിന് ഒരു കാലഘട്ടമല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ദേശീയത എന്ന് പറയുന്നത് എല്ലാവരിലും സ്ഫുരിച്ചു നിൽക്കുന്ന അഭിമാനകരമായിട്ടുള്ള ഒരു ബോധമാണ്. ആ ബോധത്തെ രാഷ്ട്രീയപരമായി വേർതിരിച്ച് അതിനകത്ത് രാഷ്ട്രീയപരമായ മുതലെടുപ്പ് നടത്താൻ ഭരണകൂടം ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ദേശീയതയ്ക്കെതിരാണ്. അത് രാജ്യത്തെ പൗരന്മാരുടെ ദേശീയ ബോധത്തിന് എതിരായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള നിഗൂഢമായിട്ടുള്ള സമീപനമാണ്. ആ സമീപനമാണ് ഇത്തരം സർവേകളിൽ പ്രതിഫലിക്കുന്നത് എന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ തിരിച്ചൊരു സർവേ ഇപ്പൊ മറ്റൊരു കാര്യത്തിൽ പോലും കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു സർവേ ആണെങ്കിൽ കോൺഗ്രസ് ഇത്തരത്തിലൊരു നിലപാട് പറയും. അല്ല, യുദ്ധത്തെ തുടർന്ന് കോൺഗ്രസ് എന്ത് സർവേ നടത്താനാണ്? യുദ്ധത്തെ തുടർന്ന് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ആണല്ലോ ഇപ്പൊ ഒരു സർവേ നടത്തിയത്. അങ്ങനെ ഒരു സർവേ നടത്താൻ പാടില്ല. ആ സർവേ ഗവൺമെന്റിന്റെ സ്പോൺസേഡ് സർവേ ആണ് നടക്കുന്നത്. അത്തരം സർവേകൾ ഈ ഘട്ടത്തിൽ നടത്തേണ്ടതില്ല. കാരണം ഇന്ത്യയിലെ ജനങ്ങളെ ഒറ്റക്കെട്ടായി, അതുകൊണ്ടാണല്ലോ ശശി തരൂർ ഈ സംഘത്തിൽ പോയത്, ജോൺ ബ്രിട്ടാസ് ഈ സംഘത്തിൽ പോയത്, അതുപോലെ തന്നെ DMKയുടെ പ്രതിനിധി പോയത്, അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടിയുടെ ഇന്ത്യ രാജ്യത്തെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും വിദേശ രാജ്യങ്ങളിൽ പോയി ആ രാജ്യത്തിന്റെ പ്രതിനിധികളുമായി രാജ്യത്തിന് വേണ്ടിയായിട്ട് സംസാരിച്ചത്. ആ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ അതിനകത്ത് സ്വാഭാവികമായും നരേന്ദ്ര ദാമോദർദാസ് മോദിയുടെ പേര് വരും. ആ പേര് വന്നു എന്ന് പറഞ്ഞാൽ അത് BJPക്ക് അനുകൂലമല്ല. ആ വിശാല മനസ്കത ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കുമ്പോൾ അതിനനുകൂലമായി നിൽക്കാനുള്ള മാനസിക വലിപ്പം ഇന്ത്യയിലെ ഭരണകൂടത്തിനുണ്ടാവണം. അതല്ലാതെ ഈ ഘട്ടത്തെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഏതെങ്കിലും സ്പോൺസേഡ് സർവേകൾ നടത്തി ഇതാ മറ്റൊരു രാഷ്ട്രത്തിന്റെ അധികായൻ പിറവി കൊണ്ടു എന്ന രീതിയിലൊക്കെ പറയുന്നത് രാഷ്ട്രത്തിനെതിരാണ്. അല്ല, ആ സമയത്ത് ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ സമയത്താണെങ്കിലും അത്തരത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നതാണല്ലോ ഈ വിഷയം. ആ സമയത്ത് ആ കാലഘട്ടത്തിൻ്റെതനുസരിച്ചിട്ടുള്ള ഒരു ഹൈപ്പ് എന്തായാലും ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിട്ടുണ്ടാകാം. ഈ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് മോദിക്കൊരു ഹൈപ്പ് വരുന്നത് സ്വാഭാവികമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇത്രയും ട്രെൻഡിങ് ആയി നിൽക്കുന്നത് കൊണ്ടാണ്. അതല്ലെങ്കിൽ ആ ഒരു പ്രിന്റ് മീഡിയ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ആ സമയത്ത് ഇത്തരത്തിലുള്ള പുകഴ്ത്തലുകൾ എന്തായാലും ഒരു യുദ്ധമാണ് നടന്നുപോയത്. അത് വളരെ വിജയകരവുമായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം. അത് നമുക്ക് തിരിച്ചടിച്ചില്ലായിരുന്നെങ്കിൽ അത് വളരെയേറെ അപമാനകരവുമായിരുന്നു. അപ്പൊ ആ സമയത്ത് യുവജനങ്ങളടക്കം ഇപ്പോഴും ഇന്ത്യക്ക് പ്രതികരിക്കാൻ ഒരു ശേഷിയുണ്ട് എന്നുള്ളതാണല്ലോ ഇന്ത്യക്ക്. അതാണ് ഞാൻ പറഞ്ഞത്. അത് അതിന്റെ ഒരു സോൾ ക്രെഡിറ്റ് നരേന്ദ്രമോദിക്ക് കൊടുക്കാനുള്ളതല്ല. നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ ആണവ ബോംബിന്റെ പരീക്ഷണം പോലും നടത്തി നിൽക്കുന്ന രാജ്യമാണ്. ഈ രാജ്യത്തിന്റെ അതിർത്തികളെ കാക്കാൻ അതിശക്തമായിട്ടുള്ള സൈനിക ശക്തി വർഷങ്ങൾക്ക് മുമ്പേ ആർജിച്ചിട്ടുള്ള രാജ്യമാണ്. ഏത് രാജ്യത്തിന്റെ അക്രമത്തെയും പ്രതിരോധിക്കാനും തകർക്കാനും ശേഷിയുള്ള ആയുധബലം വർഷങ്ങൾക്ക് മുൻപേ നേടിയിട്ടുള്ള രാജ്യമാണ്. ആ ആയുധക്കോപ്പുകളും ആ സൈനിക പാരമ്പര്യവും എല്ലാം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഇനി 1000 വട്ടം പാകിസ്ഥാൻ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നാലും അതിനെയൊക്കെ ഒരു മൊമെന്റ് കൊണ്ട് തകർക്കാനുള്ള എല്ലാ ശേഷിയും നമുക്കുണ്ട്. ആ ശേഷിയുടെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഗവൺമെന്റിന് മാത്രം അവകാശപ്പെട്ടതല്ല. അത് പാരമ്പര്യമായി ഇന്ത്യയെ കാത്തു സംരക്ഷിച്ചു പോന്നിട്ടുള്ള, ഇന്ത്യയുടെ അധികാരം ഏറ്റവും കൂടുതൽ കാലം കൈയാളിയിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും കൂടി അവകാശപ്പെട്ടതാണ്. ആ അവകാശത്തിന്റെ ഒരു ചെറിയ പെർസെന്റേജ് ക്രെഡിറ്റ് മാത്രമാണ് ഉണ്ടെങ്കിൽ മോദിക്കും കൂടിയുള്ളത്. അതല്ലാതെ ഇന്നലെ വന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ക്രെഡിറ്റ് അല്ലല്ലോ അത്.